അംഗം എം സ്വരാജിന്റെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം പുരോഗമിക്കുന്നത്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഏതാണ്ട് കല്യാശ്ശേരി പഞ്ചായത്തിലെ ചിറക്കുറ്റി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നാട്ടിൽ കാണാറുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കാനും മറ്റുമാണ് രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെ. ആ പ്രളയം വന്നപ്പോ നമസ്കാരം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും CPM ഇടതുപക്ഷ സംഘടനകൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരികയാണ്. വളരെ നല്ല കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴൊക്കെ വീടുകളിലേക്ക് വന്നിട്ടുണ്ടോ അവർ സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മളിലേക്ക് വരുന്നത്. നല്ല കാര്യം തന്നെ. പക്ഷേ ഈ വരുന്നവരോട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അവരെന്തിനാണ് വരുന്നത്? അവരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടോ? നമ്മളൊക്കെ സോഷ്യൽ മീഡിയ മറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പെൻഷൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പെൻഷൻ കിട്ടുന്നവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ തൊഴിലുറപ്പുകാർക്ക് തൊഴിലുറപ്പ് കിട്ടുന്നുണ്ട്. മറ്റ് ആതുര സേവന മേഖലകളിൽ നിൽക്കുന്ന ആശാ വർക്കേഴ്സിനൊക്കെ തന്നെ അവരുടെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ വികസനം അവിടെ ഇവിടെയൊക്കെ മുരടിപ്പുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആർക്കും അതിനകത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും കേരളത്തിൽ സമരമൊന്നും നടക്കില്ല. എന്നിട്ടും 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ നമ്മളുടെ വീടുകളിലേക്ക്, ഈ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ, നേതാക്കന്മാർ നമ്മളുടെ വീടുകളിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കെന്തോ മറക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്കെന്തോ നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം അവരിലേക്ക്. വരുന്നവരോട് കൂടുതലൊന്നും ചോദിക്കാനില്ല. ചില 1-2 കാര്യങ്ങൾ ഓരോ വീട്ടുകാരും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇപ്പം CPM ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരോ ഒക്കെ ആയിരിക്കും നമ്മളെ വീട്ടിലേക്ക് ഗൃഹസമ്പർക്കം എന്ന നിലയിലേക്ക് വരുന്നത്. അവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റ് ഇതര പാർട്ടിക്കാർ വർഗീയവാദികളാണെന്നോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശരി എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അല്ലെങ്കിൽ വരുന്ന നേരത്തെയൊക്കെ ഈ 365 ദിവസം, ഈ 5 വർഷം ഇൻറ്റു 60 മാസം ങ്ങളൊക്കെ തന്നെ ഇവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാമായിരുന്നു അല്ലേ? അന്നേരം ഒന്നും അവർ വന്നില്ല. പക്ഷേ ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് അവർ വന്നേക്കുന്നത് ഒരു 3.0, അതായത് 3ാം തവണയും ഭരണം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തുള്ള തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പരമാവധി എന്ത് സംഭവിച്ചു? പടം കയറി. അതായത് പ്രത്യേകിച്ച് LDFന് പലയിടത്തും ദോഷം സംഭവിച്ചു. അത് ജനങ്ങളെ തിരിച്ചു കുത്താൻ തുടങ്ങി. അവർ വികസനത്തെ പതുക്കെ എന്താണ് വികസനമെന്നും ആരാണ് വേണ്ടതെന്നും ആരാണ് വർഗീയത പറയുന്നതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഇതൊന്നൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ഇപ്പം ഈ ബ്രെയിൻ വാഷ് ആണല്ലോ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ഓരോരുത്തരും ചെന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പൈസ തരുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് പൈസ തരുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് തൊഴിലുറപ്പിന് കൂടുതൽ 120 ദിനം എന്ന് പറയുന്നത് ഇനി കുറയാൻ പാടില്ല, നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നത്. അതൊക്കെ കള്ളത്തരങ്ങളൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം തൊഴിലുറപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് പറയും. പക്ഷേ അവർ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും ഞങ്ങളുടെ പൈസ പോകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങാം എന്നവർ തയ്യാറാവും. സാധാരണക്കാരല്ല, ഭയങ്കരമായ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നുമല്ലോ ഈ പറയുന്നത് തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. എനിവേ, പക്ഷേ അതിനകത്ത് അതേ സമയത്ത് നോക്കൂ, ജയിലിൽ തടവിൽ കിടക്കുന്ന ആൾക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചു. ആയമാർ, എത്ര ആശാവർക്കർമാർ, എത്ര പേര് എത്രയോ ദിവസങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ പിന്നെ സമരം നടത്തി. എന്താണ് ഇവർ അവരെ പരിഗണിക്കാഞ്ഞത്? ഒരു ഒറ്റ ദിവസത്തെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. മന്ത്രിസഭ ഭൂരിപക്ഷമുള്ള മന്ത്രി 99 MLA-മാരുടെ മന്ത്രിസഭയിൽ അവർക്ക് ഒരു ഓർഡിനൻസ് പെട്ടെന്ന് പാസ്സാക്കാൻ വലിയ പാടൊന്നുമില്ല. ഗവർണറൊക്കെ അങ്ങ് ഒപ്പുവെച്ചോളും. അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നിയമം പുറപ്പെടുവിക്കാൻ അവർക്ക് സർക്കാരിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പിണറായി വിജയൻ സർക്കാർ അത് ചെയ്തു ഇല്ല. പക്ഷേ ആരോട് വെച്ചിട്ടാണ് ഈ പറയുന്ന ജയിലിലെ തടവുകാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്? അവരെ ഏതെങ്കിലും പാർട്ടിക്കാരോട് ചോദിച്ചു, ആരെങ്കിലും സമരം ചെയ്തു? ഇപ്പം ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ BJP-കാരോ മറ്റേതെങ്കിലും പാർട്ടിക്കാർ ഇവരുടെ തൊഴിൽ വേതനം വർദ്ധിപ്പിച്ചു എന്നതിനെതിരെ സമരം ചെയ്തോ, അനുകൂലിച്ചോ സമരം ചെയ്തു? പലരും കിടക്കുന്നത് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ പോയതും കൊല്ലാൻ പോയതും വെട്ടാൻ പോയതും ഒക്കെ തന്നെയാണ് അകത്ത് കിടക്കുന്ന കുറേ ഏറെയൊക്കെ. പിന്നെ അതല്ലാതെ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളുടെ പേരിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഈ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എം സ്വരാജിനെ പോലുള്ളവരൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ചോദിക്കണം. അദ്ദേഹം പണ്ട് അദ്ദേഹം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് വേറെ ഒന്നുമല്ല, അത് ഹിന്ദു സമൂഹമാണ് ചോദിക്കേണ്ടത്. അതൊരിക്കലും ഹിന്ദു സമൂഹം എന്ന് പറയുമ്പം പിന്നെ വർഗീയവാദിയെന്നോ RSS ആണെന്നൊന്നല്ല. ഹിന്ദുക്കൾ വെറുതെ ഒന്ന് ചോദിച്ചത്, ദൈവവിശ്വാസികളായ ഹിന്ദുക്കൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. കന്യായപ്പന്മാർ വരുന്നവരെ അല്ലെ വരാതിരിക്കുന്ന സമയത്തെ മാളികപ്പുറത്തെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് മാളികപ്പുറത്തമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കരഞ്ഞാണ് ഈ പറയുന്ന പ്രളയവും ഒക്കെ ഉണ്ടായെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അങ്ങനെ പ്രളയം വന്ന് അതിൻ്റെ കൂടെ തന്നെ കൊറോണ കൂടെ വന്നപ്പോഴത്തേക്ക് ശബരിമലയിലേക്ക് കന്യായപ്പന്മാരുടെ വരവ് നിലച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ കൊടുത്ത വാക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാളികപ്പുറത്തമ്മയെ വിവാഹം ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടെ സ്ത്രീകൾ കയറി വിവാഹം ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വ്രതം മുറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണ ഹിന്ദു, അതായത് ഒരു വലിയ ചിന്താഗതിയും അങ്ങനെ അമിതമായി രാഷ്ട്രീയപരമായിട്ടൊന്നും ചിന്തിക്കാത്ത സാധാരണക്കാരനായ ഒരു ഹിന്ദുവിൻ്റെ അടുത്ത് അവൻ്റെ മതത്തെ അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ അവഹേളിച്ച് സംസാരിച്ചാൽ ഇവിടെ ഇരുന്ന് കൈയടിച്ച പൊട്ടന്മാരെ പോലെ ആയിരിക്കത്തില്ല. അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും. പക്ഷേ ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരിക്കലും ഇവരെ തർക്കിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടാനോ പറ്റത്തില്ല. കാരണം ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഒക്കെ ഒറ്റപ്പെടുത്തലുള്ളൂ, അതൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറയുന്ന ഒരുപാട് സഖാക്കൾ ഹിന്ദുക്കൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ പറഞ്ഞത് ശരിയല്ല എന്ന്. പക്ഷേ അവർക്ക് നേരിട്ട് പറയാൻ പറ്റില്ല, കാരണം അവർ പാർട്ടി പ്രവർത്തകരായിട്ട് മുദ്ര കുത്തപ്പെട്ടു പോയത്. എങ്കിലും സഖാക്കളല്ലാത്ത ഈ ഹിന്ദു ആണ്, അമ്പലത്തിൽ പോകാം,
ഇഷ്ടമുള്ള ദൈവത്തെ വിശ്വസിക്കാം, ഭഗവാനെ ഭഗവതിയെ പ്രാർത്ഥിക്കാം, കൈ തൊഴുത് തന്നെ പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഹിന്ദുക്കളുണ്ടല്ലോ, അവർ നിങ്ങളുടെ അടുത്തേക്ക് ഈ പറയുന്ന CPM വരുമ്പോൾ വെറുതെ ഒന്ന് ചോദിക്കണം, നിങ്ങളിപ്പോഴും സ്വരാജ് പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. സ്വരാജ് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ.